മാളികപ്പുറം കണ്ട് നമ്മളോട് ഇഷ്ടം തോന്നിയ രണ്ട് വിഭാഗം ആൾക്കാരെയാണ് ഞാൻ ഇത്തവണ കണ്ടത്. ദാറ്റ് ഈസ് ഒരുപാട് ചെറിയ കുട്ടികളും ആൻഡ് മുതിർന്ന, ദാറ്റ് ഈസ് ഒരു 60+ നിൽക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഞാൻ ഈ മാളികപ്പുറമൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് തിയേറ്റർ ഓണേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത് ദിലീപേട്ടൻ്റെ സിനിമകൾ കാണാൻ വരുന്ന ഓഡിയൻസ് ഇത്തവണ കണ്ടു എന്നൊക്കെ പറഞ്ഞു. സോ എനിക്ക് സത്യത്തിൽ അങ്ങനത്തെ ഒരു ബൈഫക്കേഷനൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയിൽ കണ്ടിട്ടില്ല. ബട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു വലിയ കൂട്ടം ആൾക്കാർ, ദാറ്റ് ഈസ് പൊതുവേ തിയേറ്ററിൽ പോവാത്തൊരു വലിയൊരു ഈ അടുത്തായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ മാളികപ്പുറം കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ ഐ തോട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ജനകീയമായ സിനിമ ചെയ്യണം, അത് നല്ല കഥയായിരിക്കണം പ്രൈമറിലി. പിന്നെ ഞാനെന്ന ആക്ടറിനെ ഒന്ന് എനിക്കും ഒരു ആക്ടിങ് സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ട് വന്ന ഒരു സിനിമയായിരിക്കും. ആൻഡ് രഞ്ജിത് ശങ്കർ ഈ കഥയായിട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് റീഡ് സെഷനിൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ 28 ഡ്രാഫ്റ്റുകൾ ഡിസ്കസ് ചെയ്തു, വൺ ആഫ്റ്റർ ദി അതർ. എവറി ടൈം ആ കഥ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരുന്നു. ഐ ഫീൽ രഞ്ജിത് ശങ്കറിൻ്റെ ഏറ്റവും നല്ല റൈറ്റിംഗ് ടെക്സ്റ്റ് ആയിരിക്കും അത്. പുള്ളിക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും ചിലപ്പോൾ. ഇനി ഡെഫിനറ്റ്ലി ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന സിനിമയായിരിക്കും ബെസ്റ്റ്. ബട്ട് ടുഡേ അറ്റ് ദിസ് പോയിന്റ് ജയഗണേഷാണ് പുള്ളിയുടെ ഏറ്റവും നല്ല റൈറ്റിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ ഗണേഷായിട്ട് അഭിനയിക്കുമ്പോഴും ഞാനെന്ന ആക്ടറിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത സിനിമയാണ്. ലൈക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആയിപ്പോയി ആ സിനിമയിൽ. ബിക്കോസ് ഒരു കഥ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റൻ്റ്ലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ആൻഡ് രഞ്ജിത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു അപ്രോച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഞാനുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പുള്ളി. ഇങ്ങനെ ഞങ്ങൾ ആൻഡ് സംസാരിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പേഴ്സണൽ കാര്യത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സീനും ഞാൻ പറഞ്ഞ ചില ഏതെങ്കിലും വാക്കൊക്കെ പിടിച്ചിട്ട്, സോ എനിക്കും രഞ്ജിത്തിന് മാത്രം അറിയാവുന്ന ചില പേഴ്സണൽ മൊമെൻറ്റ്, എന്നാൽ ഒറിജിനൽ തോട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള റൈറ്റിംഗ് ഉണ്ട് പുള്ളി. ഞാൻ അതിലാണ് ഈസ് എ വെരി ഗുഡ് റൈറ്റർ എന്ന് പറയുന്നത്. ഇൻകോപ്പറേറ്റ് ചെയ്യണ്ടാവും. എന്നാൽ എനിക്ക് തന്നെ തോന്നിപ്പോവും ഇതെൻ്റെ കാര്യമല്ല, എന്നാലും ഇത് ദ ജ്യൂസ് ഔട്ട് ഇസ് ഫ്രം ദാറ്റ് പ്ലേസ്. സോ ദാറ്റ്സ് വെയർ ഐ ഫെൽറ്റ് ലൈക്ക് ആ റൈറ്റിംഗ് പ്രോസസ്സ് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ വി ഹാഡ് എ വെരി ഗുഡ് ടീം. ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നത്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല മേക്കിംഗ് ക്വാളിറ്റി. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ ആ അഡ്രിനലിൻ ഫീലൊക്കെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. ഒരു ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് എന്ന രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ആ വ്യക്തിയിലൂടെ നമുക്ക് അഡ്രിനലിൻ റഷ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും യു സീ ദി ഐറണി അല്ലേ? ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്പെഷ്യലി ഏബിൾഡ് ആണ്, അവൻ്റെ ലൈഫിൽ അവൻ ഒരുപാട് അവൻ്റെതായ ഡീമൻസ് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ദ വേർഡ് അഡ്രിനലിൻ ഇതുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സ് മാച്ച് ചെയ്യുമ്പോൾ കഥ ഞാനൊന്നും പറയുന്നില്ല, ബട്ട് ആ ഇമോഷൻ ഓൾമോസ്റ്റ് ടാപ്പ് ചെയ്യുന്നൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഇത്രയൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ പാസഞ്ചറിലും പ്രേതത്തിലും അല്ലെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ക്യൂരിയസ് എലമെൻറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇപ്പോൾ മാളികപ്പുറം ഹിറ്റാവുന്നത് ഭക്തി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ തിരക്കഥയാണ്. അതായത് പുറത്തുനിന്ന് വേണമെങ്കിലും ഒരു ഭക്തനല്ലാത്ത ഒരാൾക്ക് സിനിമ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാനൊരു ഭക്തനല്ല, പക്ഷേ അതിൻ്റെ തിരക്കഥ അത്രയും സ്ട്രോങ് ആയിരുന്നു. ഒരുപക്ഷെ തിരക്കഥകളാണ് ഇതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മേപ്പടിയാനം ഈ തരത്തിൽ തന്നെ തിരക്കഥയാണ് അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയ് ഗണേഷിൽ എനിക്ക് പ്രതീക്ഷയുള്ളത്, ട്രെയിലർ കാണുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ശക്തമായ തിരക്കഥ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കട്ട്സ് കാണുമ്പോഴും ഇത് വെറുതെ അല്ല, ഒരു സാധനം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നാൽ മിന്നൽ മുരളിക്ക് ശേഷം സൂപ്പർ പവേഴ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യത്തിൽ നമുക്കത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. സൂപ്പർ പവേഴ്സിനെ ഒരുപാട് കണ്ടെത്താൻ പറ്റും. നമ്മൾ ബാലരമ പൂമ്പാറ്റ മുതൽ നമ്മൾ വായിച്ചു തുടങ്ങിയ ഒരുപാട് കഥകളുണ്ട്. പിന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കഥകളാൽ സമ്പന്നമാണ്. ഇതും ഈ ആംഗിളിൽ കൂടെ ഇതിനെ നോക്കിക്കാണുമ്പോൾ ശരിക്കും അത്തരം ഒരു എക്സ്പ്ലോയിറ്റേഷനും കൂടെ നടത്തി ആണോ തിരക്കഥ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ആദ്യം ഞാൻ ബ്രോയിൽ നിന്ന് കറക്റ്റ് ചെയ്യാം. ഈ ഭക്തി ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച സിനിമയല്ല മാളികപ്പുറം. സോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് എപ്പോഴും, ഞാൻ പറയില്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ യു സേ ദാറ്റ് ഭക്തി ഉപയോഗിച്ചെന്നല്ല, അതിൻ്റെ എലമെന്റ്സ് ആണ് നമ്മൾ അതിനകത്ത് കൈകാര്യം ചെയ്തത്. മാളികപ്പുറത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ക്ലിയർ ചെയ്യാണ്. അതങ്ങനെയല്ല. ഈ ഭക്തി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാനൊന്നുമില്ല, അത് ഉള്ളതാണ്. അത് ബിക്കോസ് ഇറ്റ്സ് എൻ എക്സിസ്റ്റിംഗ് ഐഡിയോളജി. അതിനെക്കുറിച്ചൊരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ പറയാമെന്ന് പറഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യുക എന്നല്ല. ബിക്കോസ് അങ്ങനത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ട്
അതിനെ ചുറ്റിപ്പറ്റിയ ഒരു കഥ പറയുക. ഉം. ഇപ്പോൾ ക്രൈം നടക്കുന്നതുകൊണ്ടാണ് ക്രൈം ത്രില്ലേഴ്സ് വരുന്നത്. ഉം. അപ്പോൾ ക്രൈം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ക്രൈമിൽ പെട്ടവരെ അവരുടെ കഥകളെ ഞാൻ മിസ്യൂസ് ചെയ്തിട്ടൊരു ക്രൈം ത്രില്ലർ ഉണ്ടാക്കിയെന്ന് ആരും പറയാറില്ല. യു സീ വാട്ട് ഹാപ്പൻസ്. ഉം. ക്രൈമും ഈ ഭക്തിയും എല്ലാം സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ ടീമിന് ഇതൊരു നല്ല കഥയാണല്ലോ, ഒരു കൊച്ചിന് ശബരിമല പോകണം, പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇത്രയേ ഉള്ളൂ മാളികപ്പുറം എന്ന സിനിമ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്, റൈറ്റിംഗ് ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സ്ക്രീൻ പ്ലേയിൽ ഭയങ്കര ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു കഥ എഴുതി കഴിഞ്ഞിട്ട് 28-29 ഡ്രാഫ്റ്റിന് ശേഷം ഒരു ഡയലോഗ് പോലും മാറുമ്പോൾ ഹീ ഈസ് വെൽ പ്രിപ്പയർഡ്. ഇതിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കാം. ആൻഡ് ഒരു റീസണിങ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ. സോ ഈസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. പിന്നെ ഒരു സിനിമാറ്റിക് ഗ്രാമർ, സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. ലൈഫ് കുറച്ചും കൂടി ഐ തിങ്ക് ഈസ് മോർ, അത്ര കൊമേഴ്ഷ്യൽ രീതിയിൽ സിനിമയെ കാണുന്നില്ല. അതിലൊരു ആർട്ടിസ്റ്റിക് എലിമെന്റ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് ആസ് എ റൈറ്റർ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു വെരി ക്ലീൻ ആൻഡ് വെരി രഞ്ജിത്ത് ശങ്കർ മൂവി തന്നെ ആയിരിക്കും ജയഗണേഷ്. കമ്മിങ് ടു ദി എലിമെന്റ് ഓഫ് സൂപ്പർ ഹീറോ, ഇത് നമ്മുടെ കൾച്ചറിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ, ബ്രദർ പറഞ്ഞു യു ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്, ഞാൻ ഭയങ്കരമായിട്ട് കുട്ടിക്കാലത്ത് ഇത്തരം കഥകളും അല്ലെങ്കിൽ അനുഭവങ്ങളെക്കുറിച്ച് കേട്ട് വളർന്ന ആളായതുകൊണ്ടും വലിയൊരു കമ്മ്യൂണിറ്റി ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും, ലൈക്ക് യു സെഡ് മിന്നൽ മുരളി, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ മാർവൽ, DC ആൻഡ് സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഉള്ളതുകൊണ്ട് ദിസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കൂടുതലാണ്. ദാറ്റ് ഈസ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാലും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരു ഭയങ്കര പുതിയൊരു അനുഭവമായിട്ട് പറയില്ല. ബട്ട് ഞങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് ഐ ആൻസർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഒരു സ്ട്രെച്ച്ഡ് ഔട്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ് ടാപ്പ് ചെയ്തിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബിക്കോസ് ഞാൻ ഇത്രയും തുടക്കത്തിൽ ക്ലാരിഫൈ ചെയ്തെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ബിക്കോസ് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും മറുപടി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറും. ഇഫ് യു സേ ദാറ്റ് ഞാൻ ഭക്തിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല, ഇതിന് മുന്നേ വന്ന നന്ദനം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ സിനിമ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അത് അന്ന് എനിക്കറിയാം ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഒന്നും അത്രയും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ന്യൂസ് ചാനൽസ് ഉണ്ടായിരുന്നു, പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു, ഇൻ്റലക്ച്വൽ റൈറ്റിങ്സ് ആൻഡ് ഡിസ്കഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ബട്ട് ദേ വാസ് നെവർ മെൻഷൻ ദാറ്റ് വേ. ആ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നില്ല അതിന്. റൈറ്റപ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ആ അർത്ഥത്തിലായിരുന്നില്ല. അങ്ങനത്തെ സിനിമ തന്നെയാണ്. ബിക്കോസ് നിങ്ങൾ നന്ദനത്തിന് നോക്കിയാലും ഇത്, ബിക്കോസ് അന്ന് ബാലമണിക്ക് ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടായിരുന്നു, ഞാൻ പറയും കല്ലുവിന് അയ്യപ്പനെ കാണണം. സിമ്പിളാണ്. ഞാൻ പറയണത് ഞങ്ങൾ അവിടുന്ന് ഡിറൈവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടീമിനെ മൊത്തത്തിൽ ഇതേ രീതിയിൽ ക്രൂസിഫൈ ചെയ്യേണ്ടി വരും. സോ ഞാൻ അതാ പറയുന്നത്. ബിക്കോസ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ല ആ എലമെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തില്ല. ഇപ്പൊ നമ്മൾ സ്പോർട്സ് സിനിമ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്തൊരു വിജയം ഓൾറെഡി. ഭക്തി ഞാനെന്താ പറയാ, ഞാനിപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം. പക്ഷേ ഈ ഭക്തി ഉപയോഗിച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സിനിമയാണ്. ഇത് പ്രശ്നങ്ങളില്ലാത്ത സിനിമ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് അങ്ങനെ വിട്ടേനെ. ഐ ഹാവ് ടു കറക്റ്റ് യു, ബിക്കോസ് നിങ്ങളൊരു പോപ്പുലർ മീഡിയം ഹോൾഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊരു വെറും ചോദ്യമല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് തലാട്ടി കഴിഞ്ഞാൽ ശരിയാണ്, അവൻ കണ്ടില്ലേ. വൈ ഐ എം ആൻസറിങ് ബാക്ക് ഇസ് ബിക്കോസ് എനിക്ക് വേണ്ടി ക്ലാരിഫിക്കേഷൻ തരാൻ വേറെ ആരില്ല. ഞാനാണ് ആൻസർ പറയേണ്ടത്. ബിക്കോസ് ആക്ച്വലി ഞാനല്ല ആൻസർ പറയേണ്ടത്. നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ടത്. അല്ല, ഇതൊരു സോഷ്യൽ കോസ് അങ്ങനെ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല അത്. അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ലെയർ നമ്മൾ ഉപയോഗിക്കും. ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മളിപ്പം ഒരു കഥ എടുക്കുമ്പോൾ ഫ്ലേവർ ഉണ്ടാവാമല്ലോ. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, ഫ്ലേവേഴ്സ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ്, ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷേ ഇന്ന് ഒരു ഭക്തിപടം എന്ന് പറഞ്ഞാൽ ഒരു മോക്കറി ആയി മാറിക്കഴിഞ്ഞു. ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് നിങ്ങളൊരു ഭക്തിപടം എടുത്തെന്ന് പറയുമ്പോൾ അത് എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഇറ്റ് ഇസ് ഫൈൻ. അതൊരു വ്യക്തിക്ക് ഏത് രീതിയിലും സിനിമയെ കാണാം. ഞാൻ പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അതിനൊന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. ദാറ്റ് ഈസ്, ഇഫ് യു യൂസ് ദാറ്റ് ടേം, അത് എനിക്ക് അനുകൂലമായിട്ടല്ല വരിക. അതെനിക്ക് ക്ലിയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ.